Hello, welcome to our spoken English class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിൽ എങ്ങനെ അഭിനന്ദിക്കാം, ഇംഗ്ലീഷിൽ എങ്ങനെ കുറ്റം പറയാം എന്നെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്ന് പഠിക്കുവാൻ പോവുകയാണ്. ഈസിയായി തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് മറ്റൊരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാന്ന് ഇന്ന് നമുക്ക് നോക്കാം. നമ്മൾ 30-day ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും ഈ 30 ദിവസങ്ങൾക്കുള്ളിൽ ഈസിയായി വളരെ കോൺഫിഡൻസോടു കൂടെ തന്നെ എല്ലാവർക്കും ബേസിക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം ഇംഗ്ലീഷിൽ ഈ 30 ഡേയ്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ സംസാരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻസർ, ഐ ഡു നോട്ട് ലൈക്ക് ഹർ സോങ്. സെക്കൻഡ് ആൻസർ, വി ഡു നോട്ട് ലൈക്ക് ദെയർ ഡാൻസ്. തേർഡ് ആൻസർ, she does not like eating vegetables. Fourth answer, he does not like that. Fifth answer, Priya does not like this. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉറപ്പായിട്ടും ഈ 30 ഡേയ്സിനുള്ളിൽ ഈസി ആയി തന്നെ നമ്മൾ ഇംഗ്ലീഷ് വേഗം പഠിച്ചിരിക്കും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ മനോഹരമായ ഉത്തരങ്ങൾ എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിൽ പ്രോത്സാഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുവാൻ ഈ ഒരു വാക്ക് നമ്മൾ പഠിച്ചാൽ മതി. ആ വേർഡാണ് ക്യാൻ. സാധിക്കും എന്നർത്ഥമാണ് ക്യാനിന് വരുന്നത്. ഈ ഒരു വാക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. യു ക്യാൻ, നിന്നെ കൊണ്ട് സാധിക്കും. യു ക്യാൻ. ഹീ ക്യാൻ, അവനെ കൊണ്ട് സാധിക്കും. നമ്മൾ ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ വ്യക്തിയെ ആദ്യം വെക്കുക, എന്നിട്ട് ക്യാൻ ആഡ് ചെയ്യുക. റോഹന് സാധിക്കും, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? റോഹൻ ക്യാൻ. അവർക്ക് സാധിക്കും, അവരെന്ന് വരുമ്പോൾ ദേ ക്യാൻ. ഇനി നമ്മൾ പറയുകയാണ് നമ്മൾക്ക് സാധിക്കും. നമ്മൾ എന്ന് പറയുമ്പോൾ വി ക്യാൻ. എനിക്ക് സാധിക്കും, നമ്മൾ സ്വന്തമായി നമ്മൾ എൻകറേജ് ചെയ്യുകയാണ്. എനിക്ക് സാധിക്കും. ഐ ക്യാൻ. അവൾക്ക് സാധിക്കും, അവൾ എന്ന് വരുമ്പോൾ ഷീ. അവൾക്ക് സാധിക്കും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഷീ ക്യാൻ. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസിയായി നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. നിനക്കിത് ചെയ്യുവാൻ സാധിക്കും. നിനക്കിത് ചെയ്യുവാൻ സാധിക്കും. യു ക്യാൻ ഡു ഇറ്റ്. നിനക്ക് എന്ന് പറയുമ്പോൾ യു. നമ്മൾ ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ പേര് നമ്മൾ ആദ്യം പറയുക. നീ ആണെങ്കിൽ യു.
ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ക്യാൻ. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നിനക്കിത് ചെയ്യുവാൻ സാധിക്കും. യു ക്യാൻ. ചെയ്യുവാൻ എന്ന വാക്കാണ് ഡു. ഡു. ഇത് എന്ന് നമ്മൾ ഇറ്റിലൂടെ പറയുകയാണ്. ഇറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. നിനക്കിത് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇത് എന്ന് പറയുമ്പോൾ ദിസ്, അത് എന്ന് പറയുമ്പോൾ ദാറ്റ്. അപ്പോൾ ഇത് എന്ന അർത്ഥം ഇറ്റിലും വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിനക്കിത് ചെയ്യാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുക. യു ക്യാൻ ഡു ഇറ്റ്. അവൻ ഇത് ചെയ്യുവാൻ സാധിക്കും. ഹീ ക്യാൻ ഡു ഇറ്റ്. അവൾക്കിത് ചെയ്യുവാൻ സാധിക്കും. ഷീ ക്യാൻ ഡു ഇറ്റ്. ഷീ ക്യാൻ ഡു ഇറ്റ്. ഞങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കും. വി ക്യാൻ ഡു ഇറ്റ്. അവർക്കിത് ചെയ്യുവാൻ സാധിക്കും. അവരെന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ദേ. ദേ ക്യാൻ ഡു ഇറ്റ്. പ്രിയക്കിത് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ പ്രിയനെ അങ്ങനെ ചെറുതായി കാണണ്ട. പ്രിയക്കിത് ചെയ്യുവാൻ സാധിക്കും. പ്രിയ ക്യാൻ ഡു ഇറ്റ്. പ്രിയ ക്യാൻ ഡു ഇറ്റ്. ഇനി നമ്മൾ പറയുകയാണ് എനിക്കിത് ചെയ്യുവാൻ സാധിക്കും. എനിക്കിത് ചെയ്യുവാൻ സാധിക്കും. I can do it. എനിക്ക് എന്ന് പറയുമ്പോൾ I യൂസ് ചെയ്യുക. I. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ്. നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ can. ഇനി പ്രോത്സാഹിപ്പിക്കുക. Do it. എനിക്കിത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഈസിയായി ഫോം ചെയ്യുവാൻ കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. നിനക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഒന്നും കൂടെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയാണ്. നിനക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? You can do it nicely. You can do it. നന്നായി ചെയ്യുവാൻ. നന്നായി എന്ന അർത്ഥമാണ് നൈസ്ലി വരുന്നത്. You can do it nicely. നിനക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. അവൻ ഇത് നന്നായി ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൻ എന്ന് വരുമ്പോൾ ഏത് വാക്ക് നമ്മൾ യൂസ് ചെയ്യണം? ഹി. അവൻ ഇത് നന്നായി ചെയ്യുവാൻ സാധിക്കും. ഹി. ഇനി ഉറപ്പായും നെക്സ്റ്റ് ക്യാൻ വെക്കുക. ഹി ക്യാൻ. ഇനി ഡു ഇറ്റ് നൈസ്ലി. He can do it nicely. അവന് നന്നായി ചെയ്യുവാൻ സാധിക്കും. സൂരജിന് നന്നായി ചെയ്യുവാൻ സാധിക്കും. സൂരജിന് ഇത് നന്നായി ചെയ്യുവാൻ സാധിക്കും. സൂരജ് can do it nicely. സൂരജ് can do it nicely. അവർക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. അവരെന്ന് പറയുമ്പോൾ they.
They can do it nicely. They can do it nicely. ഞങ്ങൾക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? We can do it nicely. We can do it nicely. എനിക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. എനിക്കിത് നന്നായി ചെയ്യുവാൻ സാധിക്കും. I can do it nicely. എനിക്ക് എന്ന് പറയുമ്പോൾ I. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ്. ഉറപ്പായും ക്യാൻ വയ്ക്കുക. I can do it എങ്ങനെ? Nicely. എനിക്ക് നന്നായി ഇത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിനക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. നിനക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. You can sing beautifully. You can sing എങ്ങനെ? Beautifully. അവൾക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. നമ്മളപ്പോൾ സെന്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവളെ കുറിച്ചല്ലേ? അവൾക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം അവളെ കുറിച്ച് പറയുക. ഷീ. ഇനി നമ്മൾ അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഷീ ക്യാൻ സിംഗ് എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. ഷീ ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. ശ്രേയയ്ക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. ശ്രേയ ക്യാൻ എന്ത്? സിംഗ് എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. ശ്രേയ ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. അവർക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. അവരെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ദേ. അവർക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. ദേ. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ദേന്റെ തൊട്ടടുത്ത് നമ്മൾ ഏത് വാക്ക് വെക്കണം? ക്യാൻ. ഇനി ആക്ഷൻ. സിംഗ് എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. ദേ ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. ഞങ്ങൾക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്വന്തമായി തന്നെ നമ്മുടെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. വെരി ഗുഡ്. വി ക്യാൻ സിംഗ് എങ്ങനെ? ബ്യൂട്ടിഫുള്ളി. വി ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. എനിക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. നമ്മളൊരു കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് സ്വന്തമായി തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. എനിക്ക് എന്ന് പറയുമ്പോൾ ഐ. അപ്പോൾ ആ സെന്റൻസ് എങ്ങനെ വരും? ഐ ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. ഐ ക്യാൻ സിംഗ് ബ്യൂട്ടിഫുള്ളി. എനിക്ക് ഭംഗിയായി പാടുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, നിനക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. നിനക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. You can study quickly. You can study quickly. അവൾക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. അവൾ എന്ന് പറയുമ്പോൾ ഷീ. She can study quickly. She can study quickly.
അവർക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. അവർക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. They can study quickly. They can study quickly. ഞങ്ങൾക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? വി. ഇനി നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. We can study quickly. We can study quickly. എനിക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. എന്നെക്കുറിച്ച് പറയുമ്പോൾ I. ഇനി നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. I can എന്ത് ആക്ഷൻ പറയുക. സ്റ്റഡി എങ്ങനെ? ക്വിക്ക്ലി. I can study quickly. ഷിഫയ്ക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. ഷിഫയ്ക്ക് വേഗം പഠിക്കുവാൻ സാധിക്കും. ഷിഫ can study quickly. നമ്മൾ ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ആദ്യം വെക്കുക. ഷിഫ can study quickly. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു സെറ്റ് എടുക്കാം. നിനക്ക് രുചികരമായി ഭക്ഷണം പാകം ചെയ്യുവാൻ സാധിക്കും. നിനക്ക് രുചികരമായി ഭക്ഷണം പാകം ചെയ്യുവാൻ സാധിക്കും. You can cook എന്ത്? Food deliciously. You can cook food deliciously. പ്രിയയ്ക്ക് രുചികരമായി ഭക്ഷണം പാചകം ചെയ്യുവാൻ സാധിക്കും. പ്രിയ can cook. ഇനി എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്? ഭക്ഷണം. ഫുഡ് എങ്ങനെ? deliciously. ആദ്യം നമ്മൾ ആക്ഷൻ പറഞ്ഞു കുക്ക്. പിന്നെ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഫുഡ്. എങ്ങനെയാ കുക്ക് ചെയ്യുന്നത്? deliciously. പ്രിയ can cook food deliciously. അവൾക്ക് ബിരിയാണി രുചികരമായി പാകം ചെയ്യുവാൻ സാധിക്കും. അവൾക്ക് ബിരിയാണി രുചികരമായി പാകം ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ പറയും? അവൾ എന്ന് പറയുമ്പോൾ ഷീ. ഷീ can cook എന്ത്? ബിരിയാണി എങ്ങനെ? deliciously. She can cook ബിരിയാണി deliciously. ഞങ്ങൾക്ക് ബിരിയാണി രുചികരമായി പാകം ചെയ്യുവാൻ സാധിക്കും. ഞങ്ങളെ അങ്ങനെ ചെറുതായി കാണണ്ട. ഞങ്ങൾക്ക് ബിരിയാണി രുചികരമായി പാകം ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ പറയും? We can cook. ഇനി എന്താ കുക്ക് ചെയ്യുന്നത്? ബിരിയാണി എങ്ങനെ? deliciously. We can cook ബിരിയാണി deliciously. എനിക്ക് ബിരിയാണി രുചികരമായി പാചകം ചെയ്യുവാൻ സാധിക്കും. I can cook ബിരിയാണി deliciously. I can cook ബിരിയാണി deliciously. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നമ്മൾ പറയുകയാണ് നിനക്ക് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മൾ പോസിറ്റീവായിട്ട് പറയുകയാണ് നിനക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. You can make a difference.
യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. നിനക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു മാറ്റം എന്നാണ് എ ഡിഫറൻസിലൂടെ വരുന്നത്. അവനൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. ഹീ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഹീ ക്യാൻ, ഇനി ആക്ഷൻ, മാറ്റം ഉണ്ടാക്കുവാൻ. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്താ വരിക? മേക്ക്. ഇനി ഒരു മാറ്റം, എ ഡിഫറൻസ്. അവനൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. ഹീ ക്യാൻ മേക്ക് എന്ത്? എ ഡിഫറൻസ്. അവൾക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. ഷീ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഷീ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. We can make a difference. We can make a difference. അവർക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. അവരെന്ന് പറയുമ്പോൾ they can make a difference. They can make a difference. എനിക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. എനിക്ക് എന്ന് പറയുമ്പോൾ I can എന്ത്? മേക്ക്, വീണ്ടും എന്ത്? എ ഡിഫറൻസ്. I can make a difference. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, നിനക്ക് നിന്റെ സ്വപ്നം നേടുവാൻ സാധിക്കും. നമ്മൾ എൻകറേജ് ചെയ്യുകയാണ്, നിനക്ക് നിന്റെ സ്വപ്നം നേടുവാൻ സാധിക്കും. യു ക്യാൻ അച്ചീവ് യോർ ഡ്രീം. നിന്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ യുവർ ഡ്രീം. You can achieve your dream. അവന് അവന്റെ സ്വപ്നം നേടുവാൻ സാധിക്കും. He can achieve his dream. അവന്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ his dream. അവൾക്ക് അവളുടെ സ്വപ്നം നേടുവാൻ സാധിക്കും. She can achieve എന്ത്? her dream. അവളുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ her dream. ഇനി നമ്മൾ അവരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. their dreams, അവരുടെ സ്വപ്നങ്ങൾ എന്ന് യൂസ് ചെയ്ത് നമ്മൾ പറയണം, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടുവാൻ സാധിക്കും. They can achieve their dreams. ഒന്നിൽ കൂടുതൽ സ്വപ്നമായത് കാരണമാണ് ഡ്രീംസ് എന്ന് വന്നത്. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടുവാൻ സാധിക്കും. We can achieve നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ our dreams. We can achieve നമുക്ക് നേടുവാൻ സാധിക്കും എന്ത്? our dreams, നമ്മുടെ സ്വപ്നങ്ങൾ. എനിക്ക് എൻ്റെ സ്വപ്നം നേടുവാൻ സാധിക്കും. I can achieve എൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? my dream. എൻ്റെ വീടെന്നാണെങ്കിൽ my house. അപ്പോൾ ഇവിടെ എൻ്റെ സ്വപ്നം എന്നാ വരുന്നത്, my dream. എനിക്ക് എൻ്റെ സ്വപ്നം നേടുവാൻ സാധിക്കും. I can achieve
മൈ ഡ്രീം. സീതയ്ക്ക് അവളുടെ സ്വപ്നം നേടുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? സീതയെക്കുറിച്ചല്ലേ. സീത ക്യാൻ അച്ചീവ് അവളുടെ സ്വപ്നം, ഹർ ഡ്രീം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, എൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ മൈ ഡ്രീം, അവന്റെ സ്വപ്നം ഹിസ് ഡ്രീം, അവളുടെ സ്വപ്നം ഹർ ഡ്രീം, നിന്റെ സ്വപ്നം യോർ ഡ്രീം, അവരുടെ സ്വപ്നങ്ങൾ their ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ അവർ ഡ്രീംസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാറ്റേൺ എടുക്കാം. നീ വിഷമിക്കേണ്ട, നിനക്ക് കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. നിനക്ക് ടൈമിൽ സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ പറയും? യു ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. സമയത്ത് എന്ന് പറയുമ്പോൾ ഓൺ ടൈം, ഓൺ നമ്മൾ യൂസ് ചെയ്യും. അവന് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. ഹീ ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. അവൾക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. അതെങ്ങനെ പറയും? അവൾ എന്ന് വരുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? ഷീ. അവൾക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. ഷീ ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. ഞങ്ങൾക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. വി ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. അവർക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. അവരെന്ന് പറയുമ്പോൾ they can submit on time. സ്നേഹയ്ക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. സ്നേഹയ്ക്ക് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. സ്നേഹ ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. സ്നേഹ ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. റോഹന് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. റോഹന് കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ റോഹന് സമയത്ത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കും. റോഹൻ ക്യാൻ സബ്മിറ്റ് ഓൺ ടൈം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് നോട്ട്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് ഉറക്കെ പാടുവാൻ സാധിക്കും. നിനക്ക് ഉറക്കെ പാടുവാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിയയ്ക്ക് ഭംഗിയായി വരയ്ക്കുവാൻ സാധിക്കും. പ്രിയയ്ക്ക് ഭംഗിയായി വരയ്ക്കുവാൻ സാധിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, അവന് ഇത് ചെയ്യുവാൻ സാധിക്കും. അവന് ഇത് ചെയ്യുവാൻ സാധിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആനന്ദിന് അത് ചെയ്യുവാൻ സാധിക്കും. ആനന്ദിന് അത് ചെയ്യുവാൻ സാധിക്കും. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നിനക്ക് സമയത്തെത്തുവാൻ സാധിക്കും. നിനക്ക് സമയത്തെത്തുവാൻ സാധിക്കും. എത്തുവാൻ എന്നത് അറൈവ് എന്ന വാക്ക് ഉപയോഗിച്ച് എഴുതുക.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇംഗ്ലീഷ് നമ്മളൊരു സമയം വെച്ച് നന്നായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കും. യു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ് ക്വിക്ക്ലി. നിനക്ക് ഇംഗ്ലീഷ് വേഗം പഠിക്കുവാൻ സാധിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ നമുക്ക് ഉറപ്പായിട്ടും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, share and also subscribe. So see you in the next video. Have a nice day.